ഇനി ഇങ്ങനത്തെ ഒരു മൊബൈൽ ഫോണിൽ നിന്നും നിങ്ങൾക്ക് ക്യാഷ് അയക്കാൻ പറ്റും. ബാങ്ക് അക്കൗണ്ടിലേക്കും അതേപോലെ UPI ID ബാലൻസ് അറിയാനും പൈസ അയക്കാനും പൈസ സ്വീകരിക്കാനും ഒക്കെ പറ്റും. നമ്മളെ ബാങ്കുകൾ തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫീച്ചറാണത്. അപ്പോൾ നമുക്ക് നെറ്റ്വർക്ക് ഇല്ലാത്തൊരു സ്ഥലത്തു നിന്നും അല്ലെങ്കിൽ നെറ്റ്വർക്ക് സെർവർ എന്തെങ്കിലും എറർ ഉള്ള സമയത്ത്, അതായത് നമ്മളെ നെറ്റ്വർക്കിന് എന്തെങ്കിലും എറർ ഉള്ള സമയത്തൊക്കെ നമുക്ക് ഈ ഒരു ഓപ്ഷനിലൂടെ പൈസ അയക്കാനും സ്വീകരിക്കാനൊക്കെ പറ്റും. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഇത് നമ്മളെ ബാങ്ക് തന്നെ പ്രൊവൈഡ് ചെയ്ത് തരുന്ന ഒരു ഫീച്ചറാണ്. നമ്മളെ കയ്യിൽ ആ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ മാത്രം ഉണ്ടായാൽ മതി. ഓക്കെ, പൈസ അയക്കാനും എല്ലാറ്റിനും. അതിന് വേണ്ടിയിട്ട് *99#, അതായത് ആ രജിസ്റ്റേർഡ് മൊബൈലിൽ നിന്ന് *99# അടിച്ചു കഴിഞ്ഞാൽ കണ്ടില്ലേ, എൻ്റെ രജിസ്റ്റേർഡ് മൊബൈലിന് ബാങ്ക് എന്ന് പറയുന്നത് കനറ ബാങ്കാണ്. ഒന്നടിച്ച് കഴിഞ്ഞാൽ സെലക്ട് ചെയ്ത് ഒന്നടിച്ച് കഴിഞ്ഞാൽ പൈസ അയക്കാൻ പറ്റും. രണ്ടടിച്ച് കഴിഞ്ഞാൽ പൈസ ഇങ്ങോട്ട് സ്വീകരിക്കാൻ പറ്റും. ഞാൻ സെലക്ട് ചെയ്തിട്ട് 3 ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാലൻസ് അറിയാൻ പറ്റും. അതേപോലെ ട്രാൻസാക്ഷനും UPI പിന്നും എല്ലാം നമുക്കറിയാൻ പറ്റും. ഞാൻ സെലക്ട് ചെയ്തിട്ട് സെലക്ട് എന്നുള്ള ബട്ടൺ സെൻട്രൽ ബട്ടൺ, ഓരോ ഫോണിലും വ്യത്യാസം ഉണ്ടാവും. ഞാൻ ഒന്നടിക്കുന്നുണ്ട്, പൈസ അയക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഓക്കെ, പൈസ അയക്കാൻ ശ്രമിക്കുമ്പോൾ 3 ഓപ്ഷൻ ഉണ്ട്. മൊബൈൽ നമ്പർ ചോദിച്ചു വാങ്ങിയിട്ട് അതിലേക്ക് അയച്ചു കൊടുക്കാൻ പറ്റും. UPI ID അയച്ചു കൊടുക്കാൻ പറ്റും. അതേപോലെ ബാങ്ക് അക്കൗണ്ട് നമ്പറും മറ്റുള്ള കാര്യങ്ങളെല്ലാം വാങ്ങിയിട്ട് സേവ് ചെയ്ത് ബെനിഫിഷ്യറി ആയിട്ട് അയച്ചു കൊടുക്കാൻ പറ്റും. ഈ മൊബൈൽ നമ്പർ എന്ന് ഉദ്ദേശിക്കുന്നത് ഗൂഗിൾ പേ നമ്പറല്ല, ആ ഒരു വ്യക്തി ബാങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ, അത് ചോദിച്ചു വാങ്ങണം. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നടിക്കുന്നുണ്ട്. ഞാൻ മൊബൈൽ നമ്പർ ത്രൂ ആണ് ഞാൻ പൈസ അയച്ചു കൊടുക്കുന്നത്. ഇവിടെ മൊബൈൽ നമ്പർ അടിക്കാൻ പറയുന്നുണ്ട്. സെലക്ട് ചെയ്തിട്ട് അടിക്കുക. ഓക്കെ, ഞാൻ മൊബൈൽ നമ്പർ അടിച്ചു കൊടുത്തു. എന്നിട്ട് ഓക്കെ അടിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു വ്യക്തിൻ്റെ പേര് അവിടെ കാണിക്കുന്നുണ്ട്. ഇന്ന വ്യക്തിക്ക് ക്യാഷ് അയച്ചു കൊടുക്കുന്നു, എത്ര എമൗണ്ട് എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഞാൻ ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് ഞാൻ ഒരു ടെസ്റ്റ് അടിക്കാൻ വേണ്ടി ₹1 അയച്ചു കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഓക്കെ അടിച്ചു. അപ്പോൾ എന്തെങ്കിലും റിമാർക്ക് വെക്കണമെന്നുണ്ടെങ്കിൽ വെക്കുക, അല്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യുക. ഞാൻ സെലക്ട് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാൻ ഒന്നടിക്കുക. ഞാൻ സെലക്ട് ചെയ്തിട്ട് ഒന്നടിക്കുന്നുണ്ട്. ഞാനത് സ്കിപ്പ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇനി ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. എന്തെങ്കിലും എമൗണ്ടിൽ മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒന്നടിച്ചുകൊണ്ട് മാറ്റം വരുത്താം. അല്ലാന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്തിട്ട് നമ്മളെ UPI ഇതുണ്ടല്ലോ പിൻ കോഡ്, ആ പിൻ കോഡ് അടിച്ചു കൊടുക്കുക. ഓക്കെ, എൻ്റെ UPI പിൻ കോഡ് അടിച്ചു കൊടുത്തു. ഓക്കെ, ഞാൻ റിക്വസ്റ്റ് അടിച്ചു. ഓക്കെ, പേയ്മെൻറ്റ് സക്സസ്ഫുള്ളി, അതായത് ആ വ്യക്തിക്ക് ക്യാഷ് അവിടെ കിട്ടി. അപ്പോൾ നമ്മൾ മൊബൈൽ നമ്പർ വെച്ചിട്ട് നമുക്ക് നെറ്റൊന്നും ഇല്ലാത്ത സമയത്ത് അല്ലെങ്കിൽ നെറ്റ്വർക്ക് കംപ്ലൈൻ്റ് ഉള്ള സമയത്ത് ഒക്കെ നമുക്ക് ക്യാഷ് അയക്കാനും എല്ലാറ്റിനും പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങളെ കൂട്ടുകാർക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു സംഭവമായിരിക്കും. നമ്മളെ ഗൂഗിൾ പേ നമ്പർ അല്ല കേട്ടോ ഉദ്ദേശിച്ച്, നമ്മൾ ഫോണിൽ അല്ല ബാങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ, അതിൽ നിന്ന് വേണം അത് ചെയ്യാൻ. ഓക്കെ, താങ്ക് യു.